ചിരിച്ച മുഖത്തോടെയല്ലാതെ നാം പൊതുവേദികളിൽ എവിടെയും ഈ നടിയെ കണ്ടിട്ടില്ല. വളരെ ക്യൂട്ടായി സിമ്പിളായി മാത്രമാണ് താരമെന്നും എത്തുക. പറഞ്ഞു വരുന്നത് മറ്റാരെക്കുറിച്ചുമല്ല, നടി ലൈലയെക്കുറിച്ചാണ്. തമിഴ് സിനിമയിലും മറ്റു ഭാഷകളിലുമായി നിരവധി സൂപ്പർ താരങ്ങൾക്കൊപ്പം പ്രവർത്തിച്ച നടിയാണ് ലൈല. ഇപ്പോഴിതാ തന്റെ പുതിയ സിനിമാ വിശേഷങ്ങളുടെ കൂടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചും പറഞ്ഞ് ഞെട്ടിച്ചിരിക്കുകയാണ് ലൈല. ഒരു സെക്കൻഡ് പോലും ചിരി പിടിച്ചു നിർത്താൻ തനിക്ക് കഴിയില്ലെന്നാണ് താരം പറയുന്നത്. ലാഫിംഗ് ഡിസോർഡർ താരം പറഞ്ഞതുകൊണ്ട് മാത്രമല്ല കേട്ടോ. നാം ഇതിനെ അത്ര നിസാരമായി കാണരുത്. നിങ്ങൾക്കും ഇത്തരം അവസ്ഥയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു വ്യക്തിയുടെ അപ്പോഴത്തെ വൈകാരിക അവസ്ഥയുമായി ബന്ധമില്ലാത്ത അനിയന്ത്രിതമായ ചിരിയും കരച്ചിലുമാണ് ലാഫിംഗ് ഡിസീസിന്റെ പ്രധാന ലക്ഷണം. അതായത് സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത ചിരിയോ കരച്ചിലോ ഉള്ള അവസ്ഥയാണ് ഇത്. മസ്തിഷ്കം വികാരങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയെ ബാധിച്ചേക്കാവുന്ന ചില ന്യൂറോളജിക്കൽ അവസ്ഥകളോ പരിക്കുകളോ ഉള്ള ആളുകളിൽ സാധാരണയായി ഇത് ബാധിക്കാറുണ്ട്. നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ചിരിയോ കരച്ചിലോ ഉണ്ടാകുന്നതാണ് ഈ അവസ്ഥയുടെ രീതിയെന്നാണ് പഠനങ്ങൾ പറയുന്നത്. നാഡീവ്യൂഹപരമായ എന്തെങ്കിലും ക്ഷതമോ പരുക്കോ മൂലമാകാം ലാഫിംഗ് ഡിസീസ് ഉണ്ടാകുന്നത്. ചിലതരം മരുന്നുകൾ ന്യൂറോ ട്രാൻസ്മിറ്റർ തോതിനെ ബാധിക്കുന്നതും ഇത്തരം ലക്ഷണങ്ങൾക്ക് കാരണമാകാറുണ്ട്. ജനിതകപരമായും ഈ രോഗം പകരാം. പലപ്പോഴും പ്രായമായവരിലാണ് ഈ രോഗാവസ്ഥ കണ്ടുവരുന്നതെന്ന് പറയുന്നുണ്ട്. അതേസമയം ഉറക്കമില്ലായ്മയും വിശപ്പില്ലായ്മയും പോലുള്ള വിഷാദരോഗ ലക്ഷണങ്ങളുമായി ഇതിനെ താരതമ്യപ്പെടുത്തുന്നുണ്ട്. ഈ രോഗം നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാരെ കണ്ട് രോഗനിർണയവും ചികിത്സയും തേടേണ്ടത് അത്യാവശ്യമാണ്. അതായത് നമുക്കറിയാം, സിനിമാ നടിമാർ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് നിൽക്കാറുള്ളത്. അതായത് എത്ര തന്നെ ചിരി അടക്കിപ്പിടിക്കാൻ ശ്രമിച്ചാലും അപ്പോൾ കണ്ണു നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങുമെന്നാണ് ലൈല പറയുന്നത്. ഞാൻ എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കും. എനിക്ക് ഒരു മിനിറ്റ് പോലും ചിരിക്കാതിരിക്കാൻ കഴിയില്ല. പിതൃകാമൻ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ഒരിക്കൽ ഒരു മിനിറ്റ് ചിരിക്കാതിരിക്കാൻ കഴിയുമോ എന്ന് വിക്രം ചലഞ്ച് ചെയ്തിരുന്നു. ആ ചലഞ്ച് ഏറ്റെടുത്ത് ചിരി അടക്കി പിടിച്ചു. പക്ഷേ 30 സെക്കൻഡ് കഴിയും മുമ്പ് തന്നെ തന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയെന്ന് താരം പറയുന്നുണ്ട്. ചിരിയും കരച്ചിലും തുടങ്ങിയാൽ നിർത്താൻ പറ്റാത്ത അവസ്ഥയുണ്ടെന്ന് അടുത്തിടെ അനുഷ്ക ഷെട്ടിയും വെളിപ്പെടുത്തിയിരുന്നു. 10-20 മിനിറ്റൊക്കെ തുടർച്ചയായി ചിരി വരുന്ന പ്രശ്നം മൂലം പലപ്പോഴും തനിക്ക് ഷൂട്ടിംഗ് ഇടയ്ക്ക് നിർത്തിവെക്കേണ്ട അവസ്ഥ പോലും വന്നിട്ടുണ്ടെന്നും താരം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ രോഗം അത്ര നിസ്സാരക്കാരനല്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.